അതെ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ ജാക്കിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കുറെ ദിവസമായി നമ്മളെ എട്ടുകാലിന്ന് വിളിച്ച് കളിയാക്കണ്. എനിക്ക് പിന്നെ എന്താണാവോ എട്ടുകാലിന്ന് വിളിക്കണത് തീരെ ഇഷ്ടല്ല. നമുക്കപ്പോൾ ജാക്കിന് ഒരു പണി കൊടുക്കാം. ഇവിടെ പിന്നെ അവൻ്റെ വണ്ടികളൊക്കെ ഇരിക്കണ്ടേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ വണ്ടികളൊക്കെ കത്തിച്ച് കളയാം. ഇനി ഇവനെ വണ്ടിയില്ലാണ്ട് നടന്നാൽ മതി, എല്ലാം കത്തിച്ചാമ്പലാവട്ടെ. കുറെ ദിവസമായി അവൻ എട്ടുകാലിന്ന് വിളിച്ച് കളിയാക്കണ്. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ഇന്ന് അവനെ വെറുതെ വിടില്ല. എടാ ജാക്കേ, പുറത്തേക്ക് വാടാ. പുറത്തേക്ക് വന്നില്ലെങ്കിൽ നിന്റെ വീടും കൂടിയും കത്തിച്ചളയും. ഈ ജാക്ക് എങ്ങോട്ടേക്ക് പോയേ? എനിക്ക് തോന്നണതേ അവൻ കണ്ട വഴി ഓടിയെന്നാ. ആ ഇത് കണ്ടില്ലേ, ആ രാജോട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എടാ രാജോട്ടാ, ആ ജാക്ക് എവിടെയാ? ഏ ജാക്കാ? ജാക്ക് അവിടെ ഇല്ലല്ലോ. അവൻ ഷോറൂമിലേക്ക് പോയിക്കാ, പുതിയ വണ്ടി പഠിക്കാൻ പോയിക്കാ. അല്ല എന്താ പ്രശ്നം? എന്തിനെന്നെ അടിക്കണേ? അത് പിന്നെ ആ ജാക്കനെ എട്ടുകാലിന്ന് വിളിച്ചു. എനിക്ക് പിന്നെ എന്താണാവോ എട്ടുകാലിന്ന് വിളിക്കണത് തീരെ ഇഷ്ടമില്ല. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടില്ല. രാജോട്ടാ, അതെ, ആ ജാക്കിനോട് പറഞ്ഞേക്ക് ആണാണെങ്കിൽ വില്ലേജിൽ വരാനായിട്ട്. ഇന്ന് അവനെ വെറുതെ വിടില്ല, അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും. ആ, ഞാൻ അവനോട് പറയാം. അതെ, എന്നെ അടിക്കല്ലേ, എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ആണോ? എന്നാ ശരി, തൽക്കാലത്തേക്ക് നിങ്ങളെ വെറുതെ വിടാ. അഥവാ ജാക്ക് വില്ലേജിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും കുടുംബത്തോടെ. ബോയ്സ് കമോൺ, നമുക്കിനി ഇവിടുന്ന് പോവാം. ആ ജാക്ക് എന്തായാലും വില്ലേജിലേക്ക് വരും. ജാക്ക് വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ തീർത്തളയാ, ബാക്കി കണ്ട. ഇവിടെ പിന്നെ ജാക്കിൻ്റെ താറിരിക്കുന്നുണ്ട്, നമുക്ക് ഈ താറങ്ങ് എടുത്തോണ്ട് പോവാം. ആ ജാക്കിനെ ശരിയാക്കുന്നുണ്ട്. അവൻ്റെ വിചാരേ അവൻ വലിയ ആളാണ്. ഇന്നത്തോടെ എല്ലാം മാറ്റി കൊടുക്കാം, അവൻ വില്ലേജിലേക്ക് വരട്ടെ. Meanwhile, ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ, ഞാനിവിടെ ഒരു പുതിയ കാറൊക്കെ മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ കാർന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിണ്ടാവും. ഇത് പിന്നെ ഒരു BMW കാറാണ്, BMW M4. സംഭവം നൈസ് കാറാ, ഒരു രക്ഷയില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വണ്ടികളൊക്കെ എവിടെയാ? ഗൈസ് അതെ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാറുണ്ടായിരുന്നു, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എൻ്റെ കാറൊക്കെ എങ്ങോട്ടേക്ക് പോയേ? എനിക്ക് തോന്നണതേ ആരോ എൻ്റെ വണ്ടികളൊക്കെ അടിച്ചു മാറ്റിയെന്നാ. ആരാണോ അടിച്ചു മാറ്റിയേ? അവരെന്തായാലും വെറുതെ വിടില്ല. ഈ രാജോട്ടൻ എവിടെയാ? ആ രാജോട്ടാ, അതെ, എൻ്റെ കാറുകളൊക്കെ എവിടെയാ? ആരെന്നെ വണ്ടികളൊക്കെ അടിച്ചു മാറ്റിയേ? എടാ ജാക്കേ, നീ വന്നാ? നീ വരാനായിട്ട് ലേറ്റായി പോയല്ലോ. അതെ, നൈസായിട്ട് പണിപ്പാളി. നിന്നെ അന്വേഷിച്ചേ ആ സ്പൈഡർമാൻ്റെ ഗ്യാങ് ഇങ്ങോട്ടേക്ക് വന്നു. ആ സ്പൈഡർമാൻ്റെ ഗ്യാങ്ങാ നിന്റെ വണ്ടികളൊക്കെ കത്തിച്ചളഞ്ഞേ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആ സ്പൈഡർമാൻ പറയണതേ നീ അവനെ എട്ടുകാലിന്ന് വിളിച്ച് കളിയാക്കിന്ന്, അതിൻ്റെ റിവെഞ്ച് എടുക്കാനാ ഇങ്ങോട്ടേക്ക് വന്നേ. അയ് ശരി, അപ്പോൾ സ്പൈഡർമാൻ്റെ ആൾക്കാരാണ് എൻ്റെ വണ്ടികൾ കത്തിച്ചളഞ്ഞേ. അവരിപ്പോൾ എവിടെ ഉള്ളേ? ഇന്ന് ഞാൻ അവരെ വെറുതെ വിടില്ല. എടാ ജാക്കേ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് വില്ലേജിലേക്ക് വരാനായിട്ട്. നീ വില്ലേജിൽ വന്നില്ലെങ്കിൽ അവന്മാർ നമ്മളെ തീർത്തളയുന്ന്. ആണോ? അത്രയ്ക്കയ്യാ? ഈ സ്പൈഡർമാൻ്റെ ഗ്യാങ് കൊള്ളാലോ. അവർ നമ്മുടെ മെക്കെട്ട് കയറാറയ്യാ. നമ്മുടെ മെക്കെട്ട് കയറിയത് ഒട്ടും ശരിയായില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ആൾക്കാരെ വിളിക്കാം. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ സ്പൈഡർമാൻ്റെ ഗ്യാങ്ങിനെ വെറുതെ വിടില്ല, എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും. a few moments later. ഓക്കെ, നമ്മുടെ ആൾക്കാർ അങ്ങനെ വന്നേക്കാണ് കേട്ടാ. ബോയ്സ് കമോൺ, വന്ന് വണ്ടിയിൽ കയറ്. നമുക്കേ ഒന്ന് വില്ലേജ് വരെ പോകണം, അവിടെ പോയിട്ട് ഒരു ഗ്യാങ്ങിനെ തീർത്തളയണം. എന്താടാ ജാക്കേ, എന്താ പ്രശ്നം? ഏത് ഗ്യാങ്ങിനെ തീർത്തളയണ്ടേ? അതാ മറ്റേ സ്പൈഡർമാൻ്റെ ഗ്യാങ്ങിനെയാ. ആ സ്പൈഡർമാൻ്റെ ഗ്യാങ്ങേ എൻ്റെ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാ വണ്ടികളും കത്തിച്ചളഞ്ഞു. അതിപ്പോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇന്ന് അവരെ വെറുതെ വിടില്ല, അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാക്കണം. അവർ പിന്നെ എന്നോട് വില്ലേജിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി, നമുക്ക് വില്ലേജിൽ പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വില്ലേജിലേക്ക് പോവാം. 20 minutes later. ഓക്കെ, നമ്മളങ്ങനെ വില്ലേജിൽ വന്നേക്കാ. ഈ കാണുന്ന വെയർ ഹൗസിലാ ആ സ്പൈഡർമാൻ്റെ ഗ്യാങ് വരാൻ പറഞ്ഞേ. ഇതെന്തത്? ഈ വെയർ ഹൗസിൽ ആരില്ലല്ലോ. എടാ ജാക്കേ, നീ വന്നാ? എനിക്കറിയായിരുന്നു നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നു. എടാ ജാക്കേ, നീ നമ്മളെ എട്ടുകാലിന്ന് വിളിച്ച് കളിയാക്കാറിയില്ലേ?
നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാം. എടാ സ്പൈഡർമാനെ, നിങ്ങളെ എട്ടുകാലിൽ നിന്ന് വിളിച്ചു, അത് ശരിയാണ്. അതെ, നിങ്ങൾക്ക് എന്നോടല്ലേ പ്രശ്നം. എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്ക്. എന്തിനെൻ്റെ വീട്ടിലുള്ള വണ്ടികളൊക്കെ കത്തിച്ചളഞ്ഞ് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നാ? അതെ, നിങ്ങൾ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. എൻ്റെ വണ്ടികൾ കത്തിച്ചത് ഒട്ടും ശരിയായില്ല. ചാവട അങ്ങോട്ട്, ചാവ്. ഒരൊറ്റടത്തിനും വെറുതെ വിടില്ല. ബോയ്സ്, എന്നിട്ട് നോക്കി നിൽക്കണേ. ഇവന്മാരെയും അടിച്ച് തീർക്ക്. ഒരൊറ്റടത്തിനും വെറുതെ വിടരുത്. ഓക്കെ, നമ്മളങ്ങനെ ആ സ്പൈഡർമാൻ്റെ ഗ്യാങ്ങിനെ തീർത്തു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ രണ്ടാൾക്കാർ പടയിട്ടാ. എന്തുട്ടായാലും കുഴപ്പമില്ല. ആ സ്പൈഡർമാൻ്റെ ഗ്യാങ് ഫിനിഷായില്ലേ, അത് മതി. ഇപ്പോഴാണ് ഒരു സമാധാനമായേ. ബോയ്സ് കമോൺ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ ഇനി അധികം നേരം നിൽക്കണ്ട. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.